ദൈവത്തിന്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭയെ നോക്കി ഇപ്രകാരം പറഞ്ഞു. വായിച്ച ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 16, 16ാമത്തെ വാക്യം. എഫേസ്യർ 3:16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എഫെസോസിലെ സഭയെ നോക്കിക്കൊണ്ട് അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പുറത്തുള്ള ശരീരം ബലപ്പെടണമെന്നല്ല, പകരം നിന്റെ അകമേയുള്ള മനുഷ്യൻ ബലപ്പെടണം. കാലേബിന്റെ ബലം എന്തുവാന്ന് മനസ്സിലായോ? പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകത്തൊരു മനുഷ്യനുണ്ട്, അവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. ഹോളി സ്പിരിറ്റ് അവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. എന്തുവാ ഈ അകമയുള്ള മനുഷ്യൻ ബലപ്പെടേണ്ടതിന് കൊടുക്കേണ്ടത്? എങ്ങനെയാ ഈ അകമയുള്ള മനുഷ്യൻ ബലപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്തുവാ വിഷയമെന്ന് ഒറ്റ വേർഡിൽ ഞാൻ പറയാ. പുറമേയുള്ള മനുഷ്യന് ആഹാരം ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ അകമയുള്ള മനുഷ്യനും ആഹാരം ആവശ്യമാണ്. ആ ബലം കിട്ടുന്നത് അരിമനാഥനാകുന്ന യേശുവാണ് നല്ല മാതൃക. പിശാചിനോട് പറഞ്ഞൊരു വേർഡുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു.